ഹായ് ഗായ്സ്. സോ നമ്മൾ കുമരകത്ത് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായി. നമ്മൾ ജസ്റ്റ് നമ്മൾ കാക്കനാട് നിന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്നിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കാക്കനാട് നിന്ന് ഒരു മോർണിംഗ് ആയപ്പം ഇറങ്ങിയതാണ്. ഒരു മോർണിംഗ് ഒരു 6 മണി 6:30 ടൈമിൽ ഇറങ്ങിയതാണ്. നമുക്ക് അതുകൊണ്ട് നേരത്തെ നമ്മൾ ഒരു 9 മണിക്കായിരുന്നു ചെക്കിന്. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി. നമ്മൾ റൂമിൽ സാധനമൊക്കെ വെച്ച്. അപ്പോൾ ഇവിടെ ഇവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് വന്നിട്ട് പെഡൽ ബോട്ടിങ്ങിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ. ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് റോയൽ ഇൻഫ്ര എന്നാണ് കേട്ടോ. കുമരകത്ത് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പം കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് ഈ പെഡൽ ബോട്ടിങ്ങിൻ്റെയാണ്. പെഡൽ ബോട്ടിങ്ങിന് അത്യാവശ്യം രണ്ട് മൂന്ന് ബോട്ട് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ആൾ വെച്ചിട്ടും 4 ആൾ വെച്ചിട്ടും നമുക്ക് കയറിയിട്ട് ഈ ഒരു വെള്ളത്തിലൂടെ നമുക്കിങ്ങനെ പെഡൽ ബോട്ടിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് പോയത് നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തതും ഈ ഒരു ചൂണ്ടയിടുന്നൊരു ഇതായിരുന്നു. അപ്പോൾ ചൂണ്ട ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഒരു 2-3 ചൂണ്ട അവിടെ ഉണ്ടായി. പിന്നെ നമ്മൾ ഈ ഒരു ചൂണ്ടയ്ക്ക് കൊടുക്കുന്ന ഒരു മാവ് നമ്മൾ അവിടുന്ന് അവരോട് പറഞ്ഞിട്ട് മേടിക്കാട്ടോ ചെയ്തത്. എന്തോ ഒരു സംതിങ് മാവാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നമ്മളൊപ്പരമുള്ള ഏട്ടന്മാർ പോയി വാങ്ങിച്ചതാട്ടോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചൂണ്ടയിടാൻ തുടങ്ങിയപ്പോൾ വലിയ കാര്യമായിട്ട് എനിക്ക് ഏതോ ഒറ്റ നേട്ടം കിട്ടി. ചെറിയ മീനാട്ടോ, വലിയ മീനും ഒന്നുമല്ല, ചെറിയ മീൻ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് ഈ ചൂണ്ടയിടുന്നതിൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ ഈ ചൂണ്ടയിടുന്ന ഈ ഒരു പരിപാടിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായി. ഇത് അത്യാവശ്യം നല്ല കുറേ ഒരു സ്പേസ് ഉള്ള ഒരു സ്റ്റേക്കേഷൻ ആട്ടോ. അത്യാവശ്യം നല്ല കുറേ സറൗണ്ടിങ്സ് ഉണ്ട്. പിന്നെ ഞാനും കുറേ നേരം ഇങ്ങനെ, പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കാനും ആവില്ല. അതെന്തോ ഒരു നാക്കുണ്ട്. ആ നാക്കിലിട്ടിട്ട് വലിച്ചാൽ നമുക്ക് മീൻ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം എൻ്റേത് അധികം മീൻ കൊത്തിപ്പോവുക ചെയ്ത്. മീൻ ഈ ഒരു പിന്നെ ഈ ഒരു നമ്മൾ ചൂണ്ടയിടുന്ന ആ ഒരു മാവ് കൊത്തിപ്പോവുകയും ചെയ്യും, കിട്ടിക്കോണമെന്നില്ല മീൻ. അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞപ്പം ഒരു മീനിനെങ്ങാനും എനിക്ക് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വലിയവർക്കും പോയിട്ട് നമുക്ക് അവിടെ ഒരു ഊഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ട്. ഊഞ്ഞാലും പിന്നെ നമ്മളിങ്ങനെ കയറിയിട്ട് താഴേക്ക് ഇതാവുന്നതൊക്കെ അല്ലേ, അതിലൊക്കെ നമുക്കും കയറാം. അങ്ങനെ ചിൽഡ്രൻസിനാന്ന് പറഞ്ഞാലും ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മളും കയറുമല്ലോ. അപ്പോൾ നമ്മൾ അതിലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ പൂള് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലും ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. പൂളിലൊക്കെ ഇറങ്ങി പിന്നെ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമുക്കവിടെ ചോറ് പിന്നെ കൂട്ടുകറി, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത ചെമ്മീൻ ഫ്രൈ അല്ല, എന്നായിരുന്നു കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ചതല്ല, കരിമീൻ പൊരിച്ചത്. ഓക്കെ ആയിരുന്നു. അവിടെ തന്നെ അവർ ഇതാക്കിയിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. മീൻസ് അവിടെ നിന്ന് വളർത്തിയിട്ട് നമുക്ക് തരുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ബോട്ടിങ്ങിനായിരുന്നു. ബോട്ടിങ്ങിൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ചൊരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറോ ഒരു 2 to 3 hours നമുക്ക് ഈ ബോട്ടിൽ പോകേണ്ട ബോട്ട് വന്നിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ബോട്ടിൽ കയറിയിട്ട് ആ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലം അവർ കവർ ചെയ്തിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരിക കേട്ടോ ചെയ്തത്. അതും നല്ലൊരു തീരുമാനമായിരുന്നു. നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ബോട്ടിങ്ങിന് പോയത്. അതുകൊണ്ട് അതും ഭയങ്കര നൈസായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പോഴേക്ക് ഏകദേശം നമുക്ക് പോകാനുള്ള ടൈമായിട്ടോ. നമ്മളൊരു ഈവനിങ്ങൊക്കെ ആയി. അപ്പോൾ നമ്മൾ പിന്നെ
തിരിച്ച് പോവുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് നമ്മളിവിടുന്ന് ഒരു 5, 5:30 ആ ടൈമൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ പോകുന്നൊരു ഈ ഒരു റൂട്ടും അത്യാവശ്യം നല്ല രസമാട്ടോ. ഇത് നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകുന്ന മീൻസ് ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്നേ ഉള്ളൂ. അത്രയും കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടാണ് ആ ഒരു സ്റ്റേക്കേഷൻ വരുന്നത്. അപ്പം ഇത്രയും ദൂരം നമ്മൾ പോയാലേ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഗേറ്റ് എത്താൻ പറ്റുള്ളൂ. ഇപ്പുറത്ത് കുറേ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടേക്കൊന്നും ഇറങ്ങാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. അവിടേക്കും നമുക്ക് പോകാൻ തോന്നും, ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിനുള്ളൊരു നേരം നമുക്ക് കിട്ടിയില്ല. ഇത്രയും ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായി. നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ, ഒരു 1 ഡേ വന്ന് പോകാം എന്നുള്ള പ്ലാനിൽ വന്നതല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇതാട്ടോ ഇത്രയും എത്തിയിട്ടാണ് ഇവിടുന്ന് ഈ ഒരു ഗേറ്റ് മീൻസ് നമ്മൾ എൻട്രി ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്പോട്ടും കൂടി ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നത്. ഇതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്ന പ്ലേസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്നതാണ് ആ ഒരു ബണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പം നമുക്ക് ചുമ്മാ ഓക്കെ ഒരു സ്പീഡ് ബോട്ടിലൂടെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പീഡ് ബോട്ടും എടുത്തിട്ട് സ്പീഡ് ബോട്ടിലൂടെ പോയിട്ട് അങ്ങനെ ആണ് കേട്ടോ തിരിച്ച് വന്നത്. ഓവറോൾ ഒരു 1 ഡേ പോയിട്ട് നമുക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.